ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സംശയമുണ്ടായാൽ അത് ആരോടെങ്കിലും ചോദിച്ച് അതിനൊരു പരിഹാരമുണ്ടാക്കണം, ആ സംശയം നമ്മൾ മാറ്റിയെടുക്കണമെന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അത് വേറൊരാളുടെ ആവശ്യമല്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുമുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഒന്ന് തീർത്ത് കിട്ടുമ്പോഴേ അവർക്ക് സമാധാനമില്ല. ചിലരാകട്ടെ അങ്ങനെയല്ല. അവർ ഈ സംശയം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആരോടും ചോദിക്കാൻ ശ്രമിക്കില്ല. ചോദിച്ച് അവരുടെ അഭിമാനം കളയാൻ അവർ തയ്യാറല്ല. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സംശയ നിവാരണം വരുത്തുന്നത് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ. തന്നെയുമല്ല, ഇങ്ങനെ സംശയ നിവാരണം വരുത്തുന്നതിനാൽ നമുക്ക് പുതിയ ചില വഴികളിലേക്ക് തിരിയാൻ പറ്റും. പുതിയ ചുവടുകൾ നമുക്ക് വയ്ക്കാൻ കിട്ടും. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിനായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം വായിക്കട്ടെ. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു. ഈ ജാതി എന്ന് പറയുന്നത് പൈശാചിക ശക്തികളെ മാത്രം ഉദ്ദേശിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ഈ അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കാൻ പറ്റും. കർത്താവിൽ നിന്നും അധികാരം പ്രാപിച്ച് പുറപ്പെട്ടു പോയ ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷയിൽ പരാജയപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. ചെന്ന ഇടത്ത് അവർക്ക് ചില രോഗികളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവിടെയുള്ള ശാസ്ത്രിമാരും പരീശന്മാരും അവരോട് തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് അവിടെ എത്തുന്നത്. ആരംഭമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ദൈവം നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള ചില വഴികളിൽ നമ്മൾ ചിലപ്പോഴൊക്കെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരാജയപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാർ ആകെ പരിഭ്രാന്തരായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ കർത്താവ് അവരുടെ അടുക്കൽ ഓടിയെത്തി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദവും ബഹളവും എല്ലാം കേട്ട് മനസ്സിലാക്കിയ കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. നമ്മുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കർത്താവ് ഇപ്പോൾ നമ്മുടെ അടുക്ക് വന്നാൽ ചോദിക്കുന്നത്. നമ്മുടെ അവിശ്വാസമാണ് പലപ്പോഴും കാര്യങ്ങളെ സാധ്യമാക്കി തരാത്തത്. പാണ്ഡിത്യം കൊണ്ടൊന്നും ശുശ്രൂഷ വിജയിക്കത്തില്ല. ശുശ്രൂഷ വിജയിക്കണമെങ്കിൽ ദൈവകൃപയും വിശ്വാസവും അത്യന്താപേക്ഷിതമാണ്. കർത്താവ് ഉടൻ തന്നെ പറയുന്നു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. ഞാനും നിങ്ങളോട് പറയുന്നു, ഇത്രയും നാളായിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നാളായിട്ടും ഉപവസിച്ചിട്ടും പരിശ്രമിച്ചിട്ടും സാധ്യമാകാത്ത വിഷയം ഒന്നുകൂടി കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുപോവാം. തീർച്ചയായിട്ടും നിങ്ങൾ പരാജയപ്പെടുവാനല്ല കർത്താവ് പറയുന്നത്, മറിച്ച് നിങ്ങൾക്കൊരു ജയം നൽകണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് പറയുന്നത്. ഇവിടെ ശിഷ്യന്മാരുടെ അടുക്കലും അവിടെ കൂടി നിന്ന ആൾക്കാർ കേൾക്ക പറയുന്നു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരികയും. സമയത്തിൻ്റെ പരിമിതി മൂലം ചുരുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ, സൗഖ്യമില്ലാതെ അവിടെ കൊണ്ടുവന്നിരുന്ന ആ ബാലകനെ യേശു തമ്പുരാൻ സൗഖ്യമാക്കി. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 28-ാം വാക്യം. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇതാണ് നമുക്കാവശ്യമായ ഒരു സ്വഭാവം. അതായത് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നിടം വരെ നമുക്ക് സ്വസ്ഥത ഉണ്ടാവരുത്. അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ നമ്മുടെ വായിച്ച വാക്യം. അതായത് പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. നോക്കൂ പ്രിയരെ, നിങ്ങളോടും ദൈവാത്മാവിന് ഓർമ്മിക്കാനുള്ളത്, പ്രാർത്ഥനയാൽ പുറപ്പെട്ടു പോകാത്ത ഒരു അന്ധകാര ശക്തിയുമില്ല. നിങ്ങളുടെ വഴി തടയുന്ന, മുന്നേറ്റം തടയുന്ന, വിജയങ്ങളെ തടയുന്ന, അനുഗ്രഹങ്ങളെ തടയുന്ന ഏത് നിലയിലുള്ള ഇരുട്ടിന് ശക്തികൾ നിങ്ങളെ എതിർപ്പെട്ടാലും അതിനു മുമ്പിൽ പരാജയപ്പെടുവാനല്ല, മറിച്ച് പ്രാർത്ഥനയാൽ അതിനെ ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും വിജയം നിശ്ചയമാണ്. ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.